കൊല്ലത്ത് ഇന്നലെ രാത്രി പെയ്ത മഴയിലും ശക്തമായ കാറ്റിലും വ്യാപകമായ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണു. ആലഞ്ചേരി പാണയത്ത് കുറ്റൻ തേക്കുമരം കടപുഴകി വീണ് സമീപത്തെ മതിലും ഗേറ്റും തകർന്നു. അഞ്ചൽ ഏരൂർ ഭാരതീപുരത്ത് വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഭാരതീപുരം കിട്ടക്കോണത്ത് മരങ്ങൾ വീണ ഇലക്ട്രിക് പോസ്റ്റുകൾ അപ്പാടെ തകർന്നു. കുണ്ടറ കുറ്റിച്ചിറയിൽ മില്ലിന് മുകളിലേക്ക് വലിയ മരം പിഴുതു വീണു. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, എത്ര കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചാൽ പോലും ഓടിയെത്താൻ കഴിയാത്ത അത്രയും ഇടങ്ങളിലാണ് ഈ മരം വീണുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നിരുന്നാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനും അപകടകരമായ സാഹചര്യം ഒഴിവാക്കാനും ഒക്കെയുള്ള പ്രയത്നം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ജില്ലയിൽ? ഗതാഗത പ്രശ്നത്തെക്കാൾ കൂടുതൽ ഉള്ള വിഷയം എന്ന് പറയുന്നത് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ മൂലമുണ്ടായ പ്രശ്നങ്ങളാണ്. മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ പലയിടങ്ങളിലും ഒടിഞ്ഞു വീണിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലാത്തത് മൂലം രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാര്യം അവിടെ ജനറേറ്റർ സംവിധാനം ഇല്ലാത്തൊരു അവസ്ഥയാണുള്ളത്. വ്യാപകമായി കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അഞ്ചൽ, കടയ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രതിസന്ധിയാണ്. ശക്തമായി പെയ്ത മഴയിൽ അഞ്ചൽ, ആലഞ്ചേരി, പാണയത്ത് കൂറ്റൻ തേക്കുമരം ഒടിഞ്ഞു വീണു. അവിടെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടായത്. അവിടെ മതിലും ഗേറ്റും മറിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഒപ്പം തന്നെ അവിടെ അവിടങ്ങളിലൊക്കെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ട്. ഭാരതീയപുരത്താണ് ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണത്. ഭാരതീയപുരത്ത് കിഴക്കേ കോണത്താണ് മരങ്ങൾ ഇലക്ട്രിക് പോസ്റ്റ് മുകളിലേക്കും വീടിൻ്റെ മുകളിലേക്കൊക്കെ തന്നെ വീണത്. തങ്കശ്ശേരിയിൽ, തീരദേശ മേഖലയായ തങ്കശ്ശേരിയിൽ വ്യാപകമായിട്ടുള്ള വൈദ്യുതി KSBക്ക് വ്യാപകമായിട്ടുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒട്ടേറെ മരങ്ങൾ കടപുഴകി ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് വീഴുകയും അവിടെ ഒക്കെ തന്നെ വൈദ്യുതി നഷ്ടമാകുകയും പോസ്റ്റുകൾ ഒഴിഞ്ഞു വീഴുകയും തന്നെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ മഴ നാശം വിതയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം നഗരത്തിലാണ്. ആ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് കാലവർഷം.